അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 1, 2, 3 പാഠങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ നാം ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നത് അദ്ദർസുർ റാബിഉ, 4-ാമത്തെ പാഠം, ഫിക്റത്തുൻ റായിഅത്തുൻ. ഫിക്റത്തുൻ റായിഅത്തുൻ എന്ന് പറഞ്ഞാൽ മികച്ച ആശയം എന്നുള്ളതാണ് നമ്മളെ പാഠത്തിൻ്റെ പേര്. ഫിക്റത്തുൻ റായിഅത്തുൻ, മികച്ച ആശയം, ഗ്രേറ്റ് ഐഡിയ. ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ കാര്യമായി പഠിക്കേണ്ടുന്ന ഭാഗം, ഇവിടെ ഒരു സംഭാഷണമാണ്. സാലിമും ഷാക്കിറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ പ്രധാനമായും ഉപയോഗിച്ച ചില വാക്കുകൾ മാദ, മാ, നഅം, ഐന, ല, മാദ, ഹൽ, അതുപോലെ മൻ, കൈഫ, ഇതുപോലെ ചില പ്രത്യേകമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കളർ ചെയ്യപ്പെട്ട ഈ വാക്കുകൾ, അതിൻ്റെ അർത്ഥം കൃത്യമായി പഠിക്കുക, അത് പഠിച്ച് അതിനനുസരിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യം. മാത, മാത എന്ന് പറഞ്ഞാലും മാ എന്ന് പറഞ്ഞാലും എന്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ മാത, മാ എന്നുള്ളതെല്ലാം തുടക്കത്തിൽ വന്നാൽ ആ സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നഅം, നഅം എന്ന് പറഞ്ഞാൽ അതെ, യെസ് എന്നുള്ള അർത്ഥമാണ്. ഐന, ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. ല എന്ന് പറഞ്ഞാൽ നോ, ഇല്ല എന്നുള്ള അർത്ഥമാണ്. അതുപോലെ ഹൽ, ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇതും നമ്മുടെ ക്വസ്റ്റ്യൻ സെന്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന വാക്കാണ്. ഹൽ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നുള്ളതാണ് അർത്ഥം. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഇതും ക്വസ്റ്റ്യൻ സെന്റൻസ് ആയിരിക്കും. അതുപോലെ മൻ എന്ന് പറഞ്ഞാൽ ആര്, ഇതും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ മാത, മ, നഅം, ഐന, ല, ഹൽ, കൈഫ, മൻ, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭാഷണമാണ് 4-ാമത്തെ പാഠമായ ഫിക്റത്തുൻ റായിഅത്തുൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഭാഷണം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സാലിമുൻ വ ഷാക്കിറുൻ, സാലിമും ഷാക്കിറും അഖവാനി, സഹോദരങ്ങളാണ്. ഹുമാ, അവർ രണ്ടുപേരും. ഹുമാ എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹുവ, ഹുമാ, ഹുവ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹുമാ, രണ്ടാളുകളെ, 2 ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഹുമാ എന്നുള്ളത്. അപ്പോൾ ഇവിടെ സാലിമും ഷാക്കിറുമുണ്ട്. ഹുമാ, അവർ രണ്ടുപേരും. യതഹാദസാനി, രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? ഷാക്കിറുൻ, ഷാക്കിർ പറയാണ്, മാദാ നഫ്അലുൽ യൗം, മാദാ എന്താണ്, നഫ്അലുൽ യൗം ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുക. അപ്പോൾ മാദാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. മാദാ നഫ്അലു, എന്താണ് നമ്മൾ ഇന്ന് ചെയ്യുക. അപ്പൊ ഷാക്കിർ പറയാണ്, നൽഅബു ബിഖുറത്തിൽ ഖദം, ബിഖുറത്തിൽ ഖദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ. അപ്പൊ നൽഅബു ബിഖുറത്തിൽ ഖദം, നമുക്ക് ഫുട്ബോൾ കളിക്കാം. മാ റഅയുക, എന്താണ് നിന്റെ അഭിപ്രായം. അപ്പോൾ മാ എന്ന് പറഞ്ഞാൽ എന്ത്, മാ റഅയുക, എന്താണ് നിന്റെ അഭിപ്രായം. അപ്പൊ ഷാക്കിർ പറയാണ്, നഅം, ഓക്കെ, അതെ, ലാക്കിൻ, പക്ഷേ, ഐനൽ ഖുറത്തു, എവിടെയാണ് ഫുട്ബോൾ, എവിടെയാണ്. അപ്പോൾ ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ള അർത്ഥം. അപ്പൊ സാലിമ പറയാണ്, ലാദിരി, എനിക്കറിയൂല.
മാദാ സനഫ്അലു, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഷാക്കിർ പറയാണ് ഹൽ തുഹിബ്ബു ലുഅബതൻ അലൽ ഇന്റർനെറ്റ്. ഹൽ ഹൽ ഇവിടെ തുടക്കത്തിൽ വന്നു. അപ്പൊ ഹൽ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നോ? ലുഅബതൻ അലൽ ഇന്റർനെറ്റ്, ഓൺലൈൻ കളി, ഇന്റർനെറ്റിലുള്ള നെറ്റ് വഴിയുള്ള കളികൾ നീ ഇഷ്ടപ്പെടുന്നോ? ഇവിടെ ഉദ്ദേശം ഓൺലൈൻ ഗെയിം, ഇതൊക്കെ നീ ഇഷ്ടപ്പെടുന്നോ? അപ്പോൾ സാലിമ പറയാണ് ലാ ലാ, ഇല്ല. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ലാ ഉഹിബ്ബുഹ, ലാ ഉഹിബ്ബുഹ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഷാക്കിർ വീണ്ടും പറയാണ് ഹൽ തുഹിബ്ബു ഇത്ആമത് തുയൂർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകലിനെ നീ ഇഷ്ടപ്പെടുന്നോ? ഇവിടെ ഹൽ തുടക്കത്തിൽ വന്നു, അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്. ഹൽ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നോ? ഇത്ആമത് തുയൂർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? സാലിം, അപ്പൊ സാലിമ പറയാണ് നഅം നഅം, അതെ. ഹാദിഹി ഫിക്റത്തുൻ റായിഅ, ഇത് നല്ലൊരു ആശയമാണല്ലോ. കൈഫ നുത്ഇം, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം നൽകുക? അപ്പോ കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹൗ എന്നുള്ള അർത്ഥമാണ്. കൈഫ, എങ്ങനെ. ഷാക്കിർ, അപ്പൊ ഷാക്കിർ പറയാണ് നൻഷുറു റുസ്സ അലൽ അർള്, നമുക്ക് എന്ത് ചെയ്യാ? അരി, ധാന്യം ഇങ്ങനെ ഭൂമിയിൽ വിതറാം. ഫതഅതി തുയൂർ, അപ്പോൾ പക്ഷികളൊക്കെ വരും. നമ്മൾ പക്ഷികൾക്കൊക്കെ അരി ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ വരും. അതേ ആശയം തന്നെയാണ് ഇവിടെ ഷാക്കിർ പറയുന്നത്. നൻഷുറു റുസ്സ അലൽ അർള്, നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയിൽ ഇങ്ങനെ ധാന്യങ്ങൾ വിതറാം. ഫതഅതി തുയൂർ, അപ്പോൾ പക്ഷികളൊക്കെ വരും. സാലിം ചോദിക്കാണ് മൻ യഅതി ബിർറുസ്, ആരാണ് ഈ അരി കൊണ്ടുവരിക, ധാന്യം ആരാ കൊണ്ടുവരിക? മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. അപ്പൊ ഷാക്കിർ പറയാണ് ഹയ്യാ നഅതി ബിഹി മഅൻ വനുത്ഇമുഹ, നമുക്ക് രണ്ടുപേർക്കും കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പക്ഷികളെ ഭക്ഷിപ്പിക്കാം. ഇതാണ് ഷാക്കിറും സാലിമും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാദ, മ, അതുപോലെ നഅം, ഐന, ല, ഹൽ, കൈഫ, മൻ, ഇത്തരം പ്രത്യേകമായ വാക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മാദ, മ, ഇത് രണ്ടിൻ്റെയും അർത്ഥം എന്ത് എന്നുള്ളതാണ്. നഅം എന്ന് പറഞ്ഞാൽ അതെ, യെസ് എന്നുള്ള അർത്ഥമാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, ല എന്ന് പറഞ്ഞാൽ ഇല്ല, നോ എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നുള്ള ഒരു അർത്ഥമാണ്. ഹല്ല് തുടക്കത്തിൽ വന്നാൽ ആ സെന്റൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതും ക്വസ്റ്റ്യൻ ആയിരിക്കും. മൻ എന്ന് പറഞ്ഞാൽ ആര്, അതും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത്ര വേർഡുകളുടെ അർത്ഥം കൃത്യമായി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. മസ്മുക, എന്തായിരിക്കും അർത്ഥം? മസ്മുക, എന്താണ് നിന്റെ പേര്? അപ്പോൾ അതിൻ്റെ ആൻസറും തന്നിട്ടുണ്ട്. ഇസ്മി സഫ്വാൻ, എൻ്റെ പേര് സഫ്വാൻ ആണ്. അപ്പോൾ ഇവിടെ മ എന്നുള്ള പ്രയോഗം വന്നു. മസ്മുക, എന്താണ് നിന്റെ പേര്? ഇനി മാദാ ഫി യദിക, ഇവിടെയും എന്ത് എന്നുള്ള അർത്ഥമാണ്. മാദാ ഫി യദിക, എന്താണ് നിന്റെ കയ്യിൽ? അപ്പോൾ ഫി യദി കിതാബി, എൻ്റെ കയ്യിൽ എന്താ? കിതാബാണ്, എൻ്റെ കിതാബാണ്. ഐന മദ്റസതുകി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു സ്ത്രീയോടാണ്, പെൺകുട്ടിയോടാണ്. മസ്മുക, മാദാ ഫി യദിക, ഇതെല്ലാം ആൺകുട്ടികളോടുള്ള ചോദ്യമാണ് മസ്മുക. ഇനി ഇത് പെൺകുട്ടിയോടാണെങ്കിൽ മസ്മുക്കി എന്നാവും. മാദാ ഫി യദികി എന്നാണ് വരിക. ഇവിടെ ഐന മദ്റസതുകി, പെൺകുട്ടിയോടുള്ള ചോദ്യമാണ്. എന്താണ് എവിടെയാണ് നിന്റെ മദ്രസ? ഐന എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ അവൾ പറയാണ് മദ്രസതി, എൻ്റെ മദ്രസ ഫിൽ മദീന, ടൗണിലാണ്. ഇനി ഹൽ തുഹിബ്ബുൽ ഖിറാഅത, നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് റീഡിങ്? ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഡു തുടക്കത്തിൽ വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. എന്നതുപോലെ ഹൽ തുഹിബ്ബുൽ ഖിറാഅത, നീ വായന ഇഷ്ടപ്പെടുന്നു? നഅം ഉഹിബ്ബുൽ ഖിറാഅത, നഅം അതെ, ഉഹിബ്ബുൽ ഖിറാഅത, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. ഹൽ ഇൻദക ദറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ? ലാ ലൈസ ഇൻദി ദറാജത്തുൻ, എൻ്റെ അടുക്കൽ സൈക്കിൾ ഇല്ല. അപ്പോൾ ഇവിടെ ലാ എന്നുള്ള അർത്ഥം. കൈഫ ഹാലുക്കി, എന്താ നിന്റെ വിശേഷം? അപ്പോൾ കൈഫ എന്നുള്ള പ്രയോഗം അൽഹംദുലില്ലാ അന ബി ഖൈർ, ഐ ആം ഫൈൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മൻ മഅക,
ആരാണ് നിന്റെ കൂടെ ഉള്ളത്? മൻ എന്ന് പറഞ്ഞാൽ ആര്, ഹു എന്നുള്ള അർത്ഥം. മൻ മഅക, ഹു ഈസ് വിത്ത് യു. മഈ എൻ്റെ കൂടെ, അഖീ അൽ കബീർ എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോദരനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥമാണ് വിദ്യാർത്ഥികൾ കൃത്യമായി പഠിക്കേണ്ടത്. ഇതിന്റെ അർത്ഥം അറിഞ്ഞാലേ അതിനനുസരിച്ച് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് അതിന്റെ ആൻസർ എഴുതേണ്ടി വരും. മസ്മുക്ക, അപ്പൊ നമുക്ക് നമ്മളെ സ്വന്തം പേര് എഴുതാം. ഇസ്മി ഷബീർ അല്ലെങ്കിൽ ഇസ്മി അമീൻ, നമ്മുടെ ഓരോരുത്തരുടെയും പേര് സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നു, അതിന്റെ ആൻസർ നമ്മൾ സ്വന്തമായിട്ട് ഒരു പക്ഷേ എഴുതേണ്ടി വരും. അപ്പോൾ ഇതിന്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് നാം പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആൻസർ തരും, നമ്മൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യങ്ങൾ മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പഠിക്കണം. ഈ വേർഡുകളുടെ അർത്ഥങ്ങൾ നിർബന്ധമായും അതിന്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഉദാഹരണങ്ങൾ നോക്കി കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നഖ്താറു വ നുകമ്മിൽ. ഒന്നാമത്തത് ഡാഷ് യൽഅബു ബിൽ ഖുറത്തി. യൽഅബു കളിക്കുന്നു, ബിൽ ഖുറത്തി ബോൾ കൊണ്ട്. ഇവിടെ മാ, മൻ, മാദ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം, മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം, മാദ എന്ന് പറഞ്ഞാലും എന്ത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഏതാ വരിക? ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത്, ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ മൻ എന്നുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. മൻ യൽഅബു ബിൽ ഖുറത്തി. ഇനി രണ്ടാമത്തത് ഡാഷ് തുഹിബ്ബു സിബാഹ. നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഡു യു ലൈക്ക് സ്വിമ്മിങ്? നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഹൽ എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഹൽ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നോ സിബാഹത്ത, നീന്തൽ. ഇനി ഡാഷ് ബൈത്തുക. ഇവിടെ ഹൽ, മൻ, ഐന. മൻ ബൈത്തുക, ആരാണ് നിന്റെ വീട്, അങ്ങനെ ചോദിക്കൂലല്ലോ. ഹൽ ബൈത്തുക, നിന്റെ വീടുണ്ടോ, അങ്ങനെ ചോദിക്കൂല. പിന്നെ ഐന ബൈത്തുക, എവിടെയാണ് നിന്റെ വീട്. അപ്പോൾ ഐന എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്, ഐന. ഇനി അടുത്തത് ഡാഷ് ഫിൽ ഹക്കീബത്തി. ഹക്കീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്. അപ്പോൾ ബാഗിൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാത എന്നുള്ളതാണല്ലോ എന്തെന്നുള്ളതിന്റെ അറബി. അപ്പൊ മാത ഫിൽ ഹക്കീബത്തി, എന്താണ് ബാഗിലുള്ളത്. ഇനി ഡാഷ് തദ്ഹബു ഇല സൂക്കി. തദ്ഹബു പോകുന്നു, ഇല സൂക്കി അങ്ങാടിയിലേക്ക്. അപ്പോൾ കൈഫ മാത ഫി. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ കൈഫ തദ്ഹബു ഇല സൂക്ക്. കൈഫ എന്നുള്ളത് നമ്മളിവിടെ എഴുതി കൊടുക്കണം. കൈഫ തദ്ഹബു ഇല സൂക്ക്. ഇനി ഡാഷ് ഇസ്മു അബീക. നിന്റെ ഉപ്പയുടെ പേര് എന്താണ്. അപ്പോൾ എന്താണ് നിന്റെ ഉപ്പയുടെ പേര്, എന്ത് എന്നുള്ളതിന് മാ എന്നല്ലേ. മാ ഇസ്മുക, മസ്മു അബീക. മാ ഇസ്മു അബീക നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മസ്മു അബീക അങ്ങനെയും പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്തത് നസ്ലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ. യോജിച്ചത് കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്ന് ഉദാഹരണമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഐന ബൈത്തുക്കും. ഐന എവിടെയാണ്, ബൈത്തുക്കും നിങ്ങളുടെ വീട്. അതുപോലെ യോജിച്ചത് ഇവിടെ നമ്മൾ എടുത്ത് എഴുതണം. മാത ബൈത്തുക്കും. ഇവിടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അർത്ഥം പറയാം. ഒന്ന് മാത, മാ എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് എന്നുള്ള അർത്ഥമാണ്. കൈഫ എങ്ങനെ, ഐന എവിടെ, മൻ ആര്. ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറയാം. ബൈത്തുക്കും നിങ്ങളുടെ വീട്, തക്തുബു എഴുതുന്നു, ഉസ്താദുക നിന്റെ ഉസ്താദ്, ഇസ്മുക നിന്റെ പേര്, ഹാലുക്കി നിന്റെ അവസ്ഥ. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തുടങ്ങാം. ഉസ്താദുക എന്ന് പറഞ്ഞാൽ നിന്റെ ഉസ്താദ്. അപ്പൊ എന്താ നമ്മൾ ചോദിക്കുക, നിന്റെ ഉസ്താദ് ആര് എന്നല്ലേ. അപ്പോ മൻ ഉസ്താദുക. അതുപോലെ ഇസ്മുക നിന്റെ പേര്. അപ്പോ മസ്മുക, മാ ഇസ്മുക. നമ്മൾ ഇവിടെ നേരത്തെ മസ്മു അബീക എന്നൊക്കെ ചോദിച്ചല്ലോ. അതുപോലെ മസ്മുക എന്താണ് നിന്റെ പേര്. ഇനി ഇവിടെ തക്തുബു എഴുതുന്നു. അപ്പോ എന്താണ് നീ എഴുതുന്നത്, എന്താ എന്നുള്ളതിന് മാത എന്നാണല്ലോ. മാതാ തക്തുബു. ഇനി അതാണ് ബാക്കിയുള്ളത്, കൈഫയാണ്. കൈഫ ഹാലുക്കി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ്. കൈഫ ഹാലുക്കി, എന്താണ് നിന്റെ അവസ്ഥ, ഹൗ ആർ യു. ഇനി അടുത്തത്
നഖറഉ വനസ്അലു കമാ ഫിൽ മിസാൽ. ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്, നമ്മൾ അതിനനുസരിച്ച് ഒപ്പിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതാണ് അടുത്ത ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഇതുപോലെ ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുണ്ടാവും, ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ചെയ്യാനുണ്ടാവും. നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. യഖറഉ സാലിമുൻ അൽ ഖുർആന. യഖറഉ സാലിമുൻ, സാലിമു വായിക്കുന്നു, സാലിമു ഓതുന്നു, അൽ ഖുർആന, ഖുർആൻ ഓതുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യന്? ആരാണ് ഖുർആൻ ഓതുന്നത് എന്നല്ലേ ക്വസ്റ്റ്യൻ വേണ്ടത്. അപ്പോൾ ആര് എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൻ. മൻ യഖറഉൽ ഖുർആന, ആരാണ് ഖുർആൻ ഓതുന്നത്? അപ്പോൾ യഖറഉ സാലിമുൻ, സാലിമാണ് ഖുർആൻ ഓതുന്നത് എന്നർത്ഥം കിട്ടി. ഇനി അടുത്തത് നഅം, അതെ, സമിഅത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക? നീ ബാങ്ക് കേട്ടോ എന്നല്ലേ ചോദിക്കുക? നീ ബാങ്ക് കേട്ടോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഹൽ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഹൽ സമിഅത്തൽ അദാന എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരിക. ഹൽ തുടക്കത്തിൽ വരും. ഹൽ സമിഅത്തൽ, ഹൽ സമിഅത്തൽ അദാന എന്ന് വരും. ഹൽ സമിഅത്തൽ അദാന, നീ ബാങ്ക് കേട്ടോ എന്ന് ഇവിടെ വരും. അടുത്തത് ഹഖീബത്തി അല താവിലത്തി. ഹഖീബത്തി അല താവിലത്തി. ഹഖീബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗ് അല താവിലത്തി, മേശയുടെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ വരിക? എവിടെയാണ് നിന്റെ ബാഗ് എന്നല്ലേ ക്വസ്റ്റ്യൻ വരിക. എവിടെ എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐന. അപ്പോൾ ഐന ഹഖീബത്തുക, ഐന ഹഖീബത്തുക എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരിക. ഐന ഹഖീബത്തുക, എവിടെയാണ് നിന്റെ ബാഗ്? അപ്പോൾ എൻ്റെ ബാഗ് മേശയുടെ മുകളിലാണ് എന്ന് നമ്മൾ ഉത്തരം പറയും. ഇനി മൂന്നാമത്തത് യൽഅബു സാലിമുൻ ബിൽ ഖുറത്തി. യൽഅബു സാലിമുൻ, സാലിമ് കളിക്കുന്നു, ബിൽ ഖുറത്തി, പന്ത് കൊണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടുന്ന ചോദ്യം ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത്? അപ്പോൾ യൽഅബു സാലിമുൻ, സാലിമാണ് കളിക്കുന്നത്, ബിൽ ഖുറത്തി, പന്ത് കൊണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് കളിക്കുന്നത്, ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആര് എന്നുള്ളതിന് നമ്മൾ മൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ. മൻ യൽഅബു, മൻ യൽഅബു ബിൽ ഖുറത്തി, മൻ യൽഅബു ബിൽ ഖുറത്തി, മൻ യൽഅബു ബിൽ ഖുറത്തി, ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത്? യൽഅബു സാലിമുൻ ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നത് സാലിമാണ്. ഇനി അൽഹംദുലില്ലാ അന ബി ഖൈർ. അൽഹംദുലില്ലാ അന ബി ഖൈർ എന്ന് പറഞ്ഞാൽ ഐ ആം ഫൈൻ, എനിക്ക് സുഖം, സന്തോഷം എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോൾ കൈഫ ഹാലുക, കൈഫ ഹാലുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം വരിക. കൈഫ ഹാലുക എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ വിശേഷം? കൈഫ ഹാലുക, ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ടല്ലോ, അതുപോലെ. ഇനി ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്താണ് നിന്റെ പേര്? ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഖദീജ പെണ്ണാണ്. അപ്പോൾ മസ്മുക്കി എന്നാണ് ചോദിക്കുക. മസ്മുക്കി, 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 എന്താണ് നിന്റെ പേര്? ഇവിടെ പെണ്ണായതുകൊണ്ട് മസ്മുക്കി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജയാണ്. ഇനി അടുത്തത് ലാ ലൈസ ഇന്ദി ജവ്വാലുൻ. ലാ, ഇല്ല, ലൈസ ഇന്ദി, എൻ്റെ അടുക്കലില്ല, ജവ്വാലുൻ, മൊബൈലില്ല. അപ്പോൾ നിന്റെ അടുക്കൽ മൊബൈൽ ഉണ്ടോ എന്നാണ്. ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ ഹൽ എന്നുള്ള പ്രയോഗമാണ് പഠിച്ചത്. അപ്പോൾ ഹൽ ഇൻദക, ഹൽ ഇൻദക ജവ്വാലുൻ, ഹൽ ഇൻദക ജവ്വാലുൻ, നിന്റെ അടുക്കൽ ജവ്വാലുണ്ടോ? അപ്പോൾ ആൻസർ പറയണില്ല, ലൈസ ഇന്ദി ജവ്വാലുൻ, എൻ്റെ അടുക്കൽ മൊബൈലില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ചെയ്യാനും ഒക്കെ ഉണ്ടാകും. ഇനി അടുത്തത് നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അദവാത്തിൽ ഇസ്തിഫ്ഹാമി വനഖുത്തു തഹ്തഹു. താഴെയുള്ള ഈ ആയത്തുകളിൽ നിന്ന് ഇസ്തിഫ്ഹാമിന്റെ അടയാളങ്ങൾ, ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ മാദ, ഐന, മാ, കൈഫ, ഇതെല്ലാം എന്താണ്? ക്വസ്റ്റ്യൻ വേർഡുകളാണ്. അതിനാണ് ഇസ്തിഫ്ഹാം എന്ന് പറയാ, അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയാ. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് വമാ അദ്റാക മൽ ഹുതമ, വമാ അദ്റാക മൽ ഹുതമ. ഇവിടെ മൽ, മൽ ഹുതമ, എന്താണ്
ഹുതമ എന്നുള്ളത്. അപ്പം മാ എന്നുള്ളത് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വമാ ഇവിടെ മാ എന്നുള്ളത്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ ഇവിടെ നമ്മൾ പഠിച്ച ഹൽ എന്നുള്ളതാണ്. അതുപോലെ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇവിടെ മൻ എന്നുള്ളതാണ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ മാദാ എന്നുള്ളത്. ഐന ശുറകാഉകും ഐന എന്നുള്ളത്. കൈഫ തക്ഫുറൂന ബില്ലാഹ് കൈഫ എന്നുള്ളത്. അപ്പോൾ മാ, ഹൽ, മൻ, മാദ, ഐന, കൈഫ ഈ ഇസ്തിഫ്ഹാമിന്റെ ക്വസ്റ്റ്യൻ മാർക്കുകളൊക്കെ ഈ ആയത്തിൽ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വേർഡുകളൊക്കെ. അപ്പോൾ ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കാനുള്ളത് ചുരുക്കത്തിൽ ഒന്നുകൂടെ പറയുകയാണ്. മാദ, മ, നഅം, ഐന, ല, ഹൽ, കൈഫ, മൻ ഈ വേർഡുകളുടെ അർത്ഥവും അതുപോലെ അതിൻ്റെ ഉപയോഗവുമാണ് ഈ പാഠത്തിൽ തന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പഠിക്കാൻ വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ ഏറ്റി തരട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.